എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. ചെറിയൊരു ആശ്വാസം എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ നെജിലയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. എന്താണ് ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നത്? കാരണം 3 മക്കളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇഷാൻ്റെ കൂടെ ഇനിയൊരു കല്യാണം വേണ്ടാന്ന് ഞാനും കമൻറ്റിലൂടെ പറഞ്ഞ ഒരാളാണ്. എന്നിട്ടും പിന്നെയും വിചാരിച്ചു ഒരാൾ കൂട്ടിനുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവുമല്ലോ, അതായിരിക്കാം. പക്ഷേ അവൻ വീണ്ടും ചതിച്ചു. അവൻ കുടിച്ച് വെള്ളം ഉണ്ടാക്കി തല്ലി എന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വേദന. ഞാൻ ആ കുട്ടിയായിട്ട് കുറേ നാൾ വിളിയും മെസ്സേജ് അയക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും. എന്നെ ഒരുപാട് എൻ്റെ അടുത്ത് കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് കരയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് അനിയത്തി കുട്ടീനെ പോലെ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പെരതാമസം വിളിച്ചില്ല എന്ന് പറഞ്ഞ ഉള്ള രീതിയിൽ ആരോ കയറി വന്ന് പിന്നെ അത് ആ കുട്ടീനെ ബ്ലോക്കാക്കി പോയതാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം. അവൻ പോയെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആ കുട്ടി വീണ്ടും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഇനി 4ാമതൊരു പ്രസവം. ഇനി ആ കുട്ടിയെ കൊണ്ട് താങ്ങി ഇനി എന്നായിരിക്കും ഒന്ന് സ്വസ്ഥതയാവണമല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ആലോചിച്ച് വേണം ചെയ്യാൻ. കാരണം 1, 2, 3 അപ്പോൾ നമുക്ക് അള്ളാഹു തന്ന മക്കളെ നോക്കി ആ കുഞ്ഞുങ്ങളെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. നല്ലൊരു വീടും എല്ലാവരും കൂടി ചെയ്തു കൊടുത്തു. ഉമ്മായും വാപ്പായും അടുത്തുണ്ടായിരുന്നു. എന്നിട്ടും പഠിച്ചവൻ ആ ബുദ്ധി ആ കുട്ടിക്ക് കൊടുത്തില്ല. എന്തായാലും ഇനി എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇനി അവനെ വേണ്ട, ഉപേക്ഷിക്കുക. എത്ര